ഭാര്യ പറഞ്ഞു, ചേട്ടാ ശോഭാ സുരേന്ദ്രനോട് വലിയ മിണ്ടാട്ടൊന്നും ഇനി വേണ്ട. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ ശോഭാ സുരേന്ദ്രൻ നല്ല സ്ത്രീയല്ലേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, അവര് നല്ല ആൾ തന്നെയാണ്. റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും ഭാരതീയ ജനതാ പാർട്ടി അവർക്കറിയില്ല, റിട്ടയർമെന്റിന് ഇനി 5 കൊല്ലം മാത്രമേ ഉള്ളൂ. അവര് പറയുകയാണ്, ആ സ്ത്രീ, ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും BJPയുടെ നേതാക്കന്മാർ മന്ത്രിമാരായി സല്യൂട്ട് അടിക്കാനുള്ള സാഹചര്യം ചേട്ടന് കിട്ടും. അതുവരെ തൽക്കാലം ശോഭാ സുരേന്ദ്രനെ കണ്ടാൽ അങ്ങനെ കൈപൊക്കി കാണിക്കണ്ട, ചിരിക്കണ്ട. ആ വഴിക്ക് പോകുമ്പോൾ, അയ്യന്തോട് ഭാഗത്ത് പോകുമ്പോ ഇടത്തോട്ട് നോക്കണ്ട. ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലും കയറണ്ട. തൃശ്ശൂരിലെ പോലീസിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഊപ്പർ ദേക്കോ BJP, കാശ്മീരിൽ BJP അല്ലേ? എവിടെ നോക്കിയാലും BJP ആണ്. ഈ കേരളം വിട്ടാൽ, ബംഗാൾ വിട്ടാൽ എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി, കേരളത്തിലെ ഈ പ്രസ്ഥാനം നമ്മളും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഛത്തീസ്ഗഡ് നമ്മളല്ലേ ഭരിക്കുന്നത്, ഉത്തർപ്രദേശ് നമ്മളല്ലേ ഭരിക്കുന്നത്, രാജസ്ഥാൻ നമ്മളല്ലേ ഭരിക്കുന്നത്, അതുപോലെ തന്നെ ജാർഖണ്ഡ് നമ്മളല്ലേ ഭരിക്കുന്നത്, മണിപ്പൂർ നമ്മളല്ലേ ഭരിക്കുന്നത്, നമ്മൾ ഹരിയാന ഭരിക്കുന്നില്ലേ, നമ്മൾ ഡൽഹി ഭരിക്കുന്നില്ലേ? ഒരു സ്ത്രീ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്റെ സുഹൃത്താണ്. മഹിളാ മോർച്ചയിലൂടെ പ്രവർത്തിച്ച് കയറി വന്ന ഒരു സഹോദരി, അവർ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയല്ലേ? 16 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. 4 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കുന്നത്. നാട് മാറുകയാണ്. ആ മാറ്റം കാണാൻ കേരളത്തിലെ നല്ലവരായ പോലീസ് ഓഫീസർമാർക്ക് ഭാവിയിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണ്? പിണറായി വിജയന് ബദല് VD സതീശനല്ല. പിണറായി വിജയന് ബദൽ രമേശ് ചെന്നിത്തലയല്ല. പിണറായി വിജയന് ബദൽ നമ്മളാണ്. നമ്മൾ മാത്രമാണ്. ഇടത്തോട്ടും വലത്തോട്ടുമല്ലാത്ത നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് കേരളം കാത്തിരിക്കുകയാണ്. നിങ്ങളുടെയും മുന്നിൽ പുറത്തു വരും. കടകംപള്ളി മിണ്ടിയാൽ പിണറായി വിജയന്റെ ഓഫീസ് പൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കടകംപള്ളി മൗനം പാലിക്കുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്കകത്ത് ആൾതാമസം കുറവുള്ള, കമ്മ്യൂണിസം കൂടുതലുള്ള മന്ത്രി ശിവൻകുട്ടിയോട് ഒരു ചെറിയ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അവിടെ അപ്പുറത്ത് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, എനിക്കും അങ്ങോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ആ കണക്കൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സർക്കാർ 2022 ശിവൻകുട്ടി PM ശ്രീ പദ്ധതിയിൽ ചേർന്നത്. അന്ന് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. അപ്പൊ ശിവൻകുട്ടിയോട് PM ശ്രീ പദ്ധതിയുടെ പണം വേണ്ട എന്ന് KC വേണുഗോപാലോ അല്ലെങ്കിൽ ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ പറഞ്ഞാൽ ശിവൻകുട്ടി പുസ്തകത്തിൽ ഇതൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. KC വേണുഗോപാലിന്റെ പാർട്ടിയോട് പറയണം, എന്താണ് 2022 രാജസ്ഥാനിൽ നിങ്ങൾ PM ശ്രീ പദ്ധതിക്ക് പണം വാങ്ങാൻ തുടങ്ങി. പഞ്ചാബിന്റെ കാര്യം നോക്കണം. 2022 ഒപ്പുവെച്ചു. 2023 ജൂലൈയിൽ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ 2024 വീണ്ടും പരാജയപ്പെട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ട് ഞങ്ങൾക്കും വേണം PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് അതിൽ ജോയിൻ ചെയ്തു. അടുത്തത് കർണാടക. ആരാ ഭരിക്കുന്നത്? സതീഷ് ഏട്ടന്റെ പാർട്ടിയല്ലേ കർണാടകയിലെ മുഖ്യമന്ത്രി. ആ കർണാടകയിൽ നമ്മൾ പരിശോധിക്കണം. കർണാടകയിലെ 478 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തു കഴിഞ്ഞു. ആ പദ്ധതിയിൽ തന്നെ 4 അഴിമതി കഥകൾ പുറത്തു വന്നു കഴിഞ്ഞു. 2023-24 123 സ്കൂളുകൾക്ക് കർണാടകയിൽ ഫണ്ട് ലഭ്യമായി. ഹിമാചൽ പ്രദേശ് നമ്മളാ ഭരിച്ചിരുന്നത്. അത് ഹിമാചൽ പ്രദേശിൽ എല്ലാവരും മൂർക്കം പമ്പ് എല്ലാവരും ചേർന്ന് നമ്മുടെ ഗവൺമെന്റിനെ മാറ്റാൻ ശ്രമിച്ച് അതിൽ ചെറിയ അളവിൽ വിജയിച്ച് അധികാരം ഏറ്റെടുത്തു. 180 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി വാങ്ങിക്കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് രാജസ്ഥാനിൽ, അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ ഹിമാചൽ പ്രദേശിൽ, തെലങ്കാനയിൽ ഉൾപ്പെടെ
വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും ഈ രാജ്യത്ത് PM ശ്രീ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല. എങ്ങനെ വെക്കാതിരിക്കും? ഇന്ത്യ ഭരിച്ചു ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ. ലോകത്തിന്റെ ചരിത്രത്തിൽ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി 1-ൽ കൂടുതൽ തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോക റെക്കോർഡാണ് ശ്രീമാൻ നരേന്ദ്രമോദിക്ക്. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിക്കുമ്പോ ഫോട്ടോ വെക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ ഫോട്ടോ വെച്ചില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ കുട്ടികൾ, പോലീസുകാരുടെ വീട്ടിലെ കുട്ടികൾ അവരൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? അച്ഛന് വല്ല വിവരമുണ്ടോ? എന്താണ്? ഷിപ്പ് യാർഡിൽ ഒന്ന് ചെന്ന് നോക്കണം. ഏത്? കൊച്ചി ഷിപ്പ് യാർഡില്, എയർപോർട്ടിലൊന്ന് പോയി നോക്കണം. രാജ്യത്തെ എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഷിപ്പ് യാർഡുകളിൽ അമേരിക്കക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ യുദ്ധോപകരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ പെൻസിൽ മുതൽ റോക്കറ്റ് വരെ ഉൽപാദനം നടക്കുന്നു. സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയും വർദ്ധിതമാകുന്നു. അങ്ങനെ ഈ രാജ്യം എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോ കുട്ടികൾ അച്ഛനോട് പറയാണ്, അച്ഛൻ തൽക്കാലം ആരോടും പറയണ്ട, ഞാൻ നരേന്ദ്രമോദി ഫാനാണ്, ഞാൻ എൻ്റെ മുത്തച്ഛന്റെ സ്ഥാനത്താണ് നരേന്ദ്രമോദിയെ വെച്ചിട്ടുള്ളത്. എനിക്ക് 18 വയസ്സായാൽ താമരയിൽ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന കേരളത്തിലെ സഖാക്കളുടെ മക്കളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആലപ്പുഴയിലെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. എനിക്ക് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത്. ചില ആളുകൾ, അതായത് പിണറായി വിജയന്റെ പെട്ടിതൂക്കികൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹൃദയമിടിപ്പായിട്ടുള്ള പുന്നപ്ര, വയലാർ, ആ പുന്നപ്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ആ പഞ്ചായത്തിൽ 1ാമത്തെ സ്ഥാനം നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയത്. KC വേണുഗോപാലിന്റെ ബൂത്തിൽ 1ാം സ്ഥാനം, സുധാകരൻ സാറിന്റെ ബൂത്തിൽ 1ാം സ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നോക്കിയാലും ആലപ്പുഴയിലെ ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവര് പുറത്ത് കാണിക്കുന്നതല്ല അവരുടെ ഉള്ളിലുള്ളത്. അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളം ഒന്നടങ്കം അടിവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ആകെ ഒറ്റ പേടിയുള്ളൂ, ഈ പഹയനുണ്ടല്ലോ, പിണറായി വിജയന്റെ മോൻ, അവനെങ്ങാനും വന്ന് നമ്മുടെ BJPയിലെ മെമ്പർഷിപ്പ് എങ്ങാനും എടുക്കുമോ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. കാരണം അവനും അച്ഛനോട് പറയുന്നുണ്ടാകും, അച്ഛാ BJP ആണ് ഭാവിയിൽ വരാൻ പോകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നുമില്ലാതെയാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? നമ്മളെല്ലാവരും 10 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഈ കേരളത്തിന്റെ മണ്ണിൽ കഷ്ടപ്പെട്ട് പോലീസ് ലാത്തി ചാർജേറ്റ് സമരമുഖത്ത് നിന്ന് നമ്മൾ കഞ്ഞിക്ക് ഗതിയില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തനം തുടങ്ങിയപ്പോ ഗാലറിയിലിരുന്ന് കളി കാണാനല്ല, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചതെങ്കിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ കിട്ടിയപ്പോ ഒരു മന്ത്രിയെ സമ്മാനമായി എക്സ്ട്രാ തന്നു ശ്രീമാൻ നരേന്ദ്രമോദി. അത് കോട്ടയത്താണ്. ശ്രീമാൻ ജോർജ് കുര്യൻ, 2 കേന്ദ്രമന്ത്രിമാർ, 1898 കോടി രൂപ ഈ കേരളത്തിലേക്ക് ഫിഷറീസ് വകുപ്പും ആനിമൽ ഹസ്ബൻഡറി വകുപ്പും ചേർന്ന് ശ്രീമാൻ ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാടിനെ മാറ്റാൻ സാധിക്കും. അതിന് എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരന്മാരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ ഈ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികൾ തയ്യാറാക്കി നമ്മൾ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകും. നമുക്ക് ഒരാളെയും പേടിക്കാനില്ല. രാഷ്ട്രപതി നമ്മുടെ ആളാണ്. മുർമു BJPയിലൂടെ കടന്നു വന്നു, കഷ്ടപ്പെട്ടു, പ്രവർത്തിച്ചു. ST വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സഹോദരി ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി. ശബരിമലയിലെ മുർമു കൈകൂപ്പി നിൽക്കുമ്പോ റബ്ബർ പാല് കുടിച്ച പോലെ വാസവൻ തൊട്ടടുത്ത് അങ്ങനെ മസിലും പിടിച്ചു നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു. എടോ വാസവ, ശബരിമലയിലെ അയ്യപ്പനെ താല്പര്യമില്ലെങ്കിൽ, ആരാധനയില്ലെങ്കിൽ എന്തിനാണ് തന്നെ പോലെയുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യർ ഞങ്ങൾ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്?
ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ കടന്നു വരണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഉപരോധം ഇപ്പൊ തീരുമാനിച്ചത് ഒരു സൂചന മാത്രമാണ്. സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് ഒരുത്തനും കടക്കണ്ട എന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ, കടത്തിവിടില്ല എന്ന് തീരുമാനമെടുത്താൽ സ്തംഭിപ്പിക്കാനുള്ള ശക്തി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. 20% വോട്ടുമായിട്ടാണ് ഞാനും നിങ്ങളും ഈ കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന് എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ്. വന്ദേ മാതരം.